ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മിനി വ്ളോഗ് ആയാലോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക്. ഇന്നെൻ്റെ തുണികളെല്ലാം കുളിക്കുന്ന ദിവസമാണ്. അതൊക്കെ ഞാൻ അടുത്ത് വെള്ളത്തിയിട്ടിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കലുള്ള നനയാണ്. വേറെ ഒന്നുമല്ല, സമയം കിട്ടാറില്ല, അതാണ് മെയിൻ കാരണം. കോളേജിൽ പോയിട്ട് വന്നാൽ പിന്നെ മടിയാണ്. അപ്പോൾ കുളിപ്പിച്ചെടുത്ത തുണികളെല്ലാം ടെറസിൽ കൊണ്ടുപോയി ഉണക്കാനിടയാണ്. എന്ത് വെയിലാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കുളിസീനാണ് ഗൈസ്. എൻ്റെ അല്ല, ആളാരാണെന്ന് ഞാൻ അത് ഇപ്പം കാണിച്ചു തരാം. ഇതാണ് ആ ആള്. ഇതാണ് നമ്മളെ ജോലിപ്പെണ്ണ്, അഥവാ വത്സമ്മ. ഇവളുടെ ഭർത്താണെങ്കിൽ ഫുൾ ചെല്ലാണ്. ഇന്ന് അതും പോകാനുള്ള മരുന്ന് തേപ്പിച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ച്. കുറച്ചു നേരം മരുന്ന് തേച്ചിട്ടിട്ടാണ് അവളുടെ നീരാട്ട് ആരംഭിക്കുന്നത്. ഇതവൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമില്ല. അവളെ മുഖത്തോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും വെള്ളം അലർജിയുള്ള കൂട്ടത്തിലാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് തറയൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. പൂച്ച സാറിനെ ശല്യം ചെയ്യാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവനെ ശല്യം ചെയ്താൽ പിന്നെ തീർന്ന്, അവൻ നമ്മളെ പിടിച്ച് ശല്യം ചെയ്യും. അപ്പോൾ അതും തീർത്തിട്ട് വന്നിട്ട് കോളേജിലെ പ്രോഗ്രാമിന് വേണ്ടി എനിക്കും ഫ്രണ്ടിനും കൂടെ 2 ബ്ലൗസ് വയ്ക്കാനുണ്ടായിരുന്നു. അതിനെ ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഒരു കോളം ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ എനിക്ക് ഈ പരിപാടി അങ്ങ് മടുക്കാൻ തുടങ്ങി. അങ്ങനെ പുറത്ത് പോയിരുന്ന് പഠിക്കുക എന്നുള്ള മൈൻഡിൽ ഞാൻ എത്തിപ്പെട്ട് എക്സാം ഉള്ളപ്പോൾ മാത്രം കണ്ടുവരുന്ന ഒരുതരം പ്രതിഭാസമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോണിൽ ജമിനി ചേച്ചിയോട് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും തിരക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അറിയാതെ ഒന്ന് ഇൻസ്റ്റേ കയറിപ്പോയി. പിന്നെ അതും തോണ്ടിയിരിപ്പായി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഞാൻ പഠിക്കാനല്ലേ ഫോൺ എടുത്തതെന്ന്. പിന്നെയാണ് ഞാൻ തുണി തൊടാത്ത സത്യം മനസ്സിലാക്കിയത്. ഇതെനിക്ക് പറഞ്ഞിട്ടുള്ള പണിയൊന്നും അല്ലടാ. എടുത്ത പോലെ തന്നെ ബുക്ക് അതേപോലെ തിരിച്ചു വെച്ചിട്ട് ഞാൻ പോയി. അപ്പോൾ ഓക്കെ, ബൈ.